ഇന്ന് പല മനുഷ്യരുടെയും പല ഹൃദയങ്ങളിലും ഉയർന്നു വരുന്നതായ ഒരു ചോദ്യമാണ്, നമ്മുടെ ജീവിതത്തിലുള്ളതായ ശാപങ്ങൾ മാറുമോ? നമ്മുടെ ജീവിതത്തിൽ വന്നതായ പാപത്തിൻ്റെതായ ശാപങ്ങൾ, അതുമൂലം വന്നതായ കെടുതികൾ, അതുമൂലം ഇന്ന് അനുഭവിക്കുന്നതായ കഷ്ടതകൾ മാറുമോ? എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുമോ? പലരും യേശുക്രിസ്തുവിൻ്റെ സ്നേഹമുള്ള വചനമറിയാത്ത, യേശുവിനു വേണ്ടി ജീവിതം വേർതിരിച്ചു കൊടുക്കാത്ത അനേകരുടെയും ഹൃദയത്തിൽ ഉയർന്നു വരുന്നതായ ഒരു ചോദ്യമാണ്, ശാപങ്ങൾ മാറുന്നത് എങ്ങനെയാണ്? എങ്ങനെ ശാപം മാറും? എങ്ങനെ ഈ കെടുതിയിൽ നിന്ന് എൻ്റെ ജീവിതം മാറും? എങ്ങനെ ഈ പ്രയാസഘട്ടത്തിൽ നിന്ന് ഞാൻ അതിജീവിക്കും? എങ്ങനെ ഈ പ്രതിസന്ധിയെ ഞാൻ തരണം ചെയ്യും? എങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്യുന്നത്? അതെ, പലപ്പോഴും പലരും പല മോട്ടിവേഷൻ ക്ലാസ്സുകൾ, ഓവർകമേഴ്സ് സീക്രട്സ് എന്നൊക്കെ പറഞ്ഞ് പല മോട്ടിവേഷൻ ക്ലാസ്സുകളും എടുക്കുന്ന ആളുകളുണ്ട്, അതിൽ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ എത്ര മോട്ടിവേഷൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്താലും അത് അറ്റൻഡ് ചെയ്യുന്ന ഒരല്പസമയത്തേക്ക് ഒരു പക്ഷെ നമുക്കൊരു പോസിറ്റീവ് മൂഡ് ലഭിച്ചാലും അത് പിന്നീട് നിലനിർത്തുവാനും കഴിയുകയില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ വചനം, കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം വേർതിരിച്ച ഒരു ദൈവവിധൻ്റെ ഭാഗ്യമാണ് തൻ്റെ കഴിഞ്ഞകാല പാപങ്ങളും ശാപങ്ങളും എല്ലാം കഴുകപ്പെട്ട് കിട്ടുന്നതായ ഒരു അനുഭവം. അത് എത്ര ശാപഗ്രസ്തമായ ജീവിതമാണെങ്കിലും, എത്ര പാപം നിറഞ്ഞതായ ജീവിതമായിരുന്നു നയിച്ചിരുന്നത് എങ്കിലും അങ്ങനെയുള്ളവർക്കും രക്ഷപ്പെടുവാൻ വഴിയുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് കടന്നു വരുന്ന ഏതൊരു പാപിക്കും, ഏതൊരു ശാപഗ്രസ്തനും, ഏതൊരു കുറവുള്ളവനും, എനിക്ക് ഒന്നുമില്ല എന്ന് പറയുന്നവനും ആർക്കും രക്ഷപ്പെടുവാനുള്ള വഴിയുണ്ട്. അതെ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഈ യേശുവിനു വേണ്ടി ജീവിതം കൊടുത്താൽ അവൻ്റെ തലമുറകളായുള്ള ശാപങ്ങൾ അവൻ്റെ മേൽ നിന്ന് മാഞ്ഞു പോവുകയാണ്, മാറിപ്പോവുകയാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുകയാണ്. ശാപം മാറിയ രൂത്തിനെ കുറിച്ച് നാം കഴിഞ്ഞ ആഴ്ചയിൽ കേട്ടു. എന്നാൽ ഇപ്പോൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഒരു കനാന്യ സ്ത്രീയെക്കുറിച്ചാണ്. ആ കനാന്യ സ്ത്രീയെക്കുറിച്ച് പറയുന്നത്, ആ കനാന്യ സ്ത്രീയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതലുള്ളതായ വാക്യങ്ങളിലാണ്. അവിടെ ഒരു സ്ത്രീയെക്കുറിച്ച് നാം കാണുന്നു, കനാന്യ സ്ത്രീ. നമുക്കറിയാം ആരാണ് കനാൻ എന്ന്. നോഹയ്ക്കുണ്ടായിരുന്നതായ 3 മക്കളായിരുന്നു, ഷേം, ഹാം, യാഫേത്ത്. എന്നാൽ ജലപ്രളയത്തിന് ശേഷം നോഹ മദ്യപിച്ച് കിടക്കുന്നതും അങ്ങനെ ചില കാര്യങ്ങളെല്ലാം നാം ബൈബിളിൽ വായിക്കുന്നുണ്ട്. അവിടെ വെച്ച് നോഹ ഹാമിനെ ശപിക്കുന്നു. ഹാമിൻ്റെ മകനായ കനാൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറയുന്നു. ചില അരുതാത്ത പ്രവൃത്തികൾ മൂലം നോഹയുടെ മകനായ ഹാമും തൻ്റെ തലമുറയായ കനാനും എല്ലാം ശാപഗ്രസ്തരുടെ കൂട്ടത്തിലായി എണ്ണപ്പെട്ടുപോയി. ആ കനാൻ നാട്ടിലെല്ലാം തിങ്ങിപ്പാർത്തിരുന്നത് ഈ നോഹയുടെ മകനായ ഹാമിൻ്റെ വംശജരായ കനാൻ്റെ തലമുറക്കാരായിരുന്നു. എന്നാൽ ഈ കനാന്യർ ശപിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് എണ്ണപ്പെട്ടിരുന്നത്. എന്നാൽ ഇവിടെ നാം കാണുന്നുണ്ട്, ശപിക്കപ്പെട്ട കൂട്ടത്തിലായിരുന്ന ആ കനാന്യ സ്ത്രീ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് കടന്നു വരികയാണ്. അവൾ തൻ്റെ കുറവുകളൊന്നും അവിടെ ഓർക്കുന്നില്ല. അവൾക്ക് ഒരേ ഒരു ആവശ്യമുള്ളൂ, കർത്താവായ യേശുക്രിസ്തു അത്ഭുതവാനായ ഒരു ദൈവമാണെന്നും അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു റബ്ബിയാണെന്നും രോഗങ്ങളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും കണ്ണുകുരുടർക്ക് കാഴ്ച കൊടുക്കുകയും ചെകിടന്മാർക്ക് കേൾവി കൊടുക്കുകയും അതെ, വിധവമാരെയും അനാഥരെയും എല്ലാം സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ഗുരുവാണെന്ന്, നല്ല ദൈവമാണെന്ന് അവരുടെ ഹൃദയത്തിൽ വിശ്വാസമുണ്ടായിട്ട് ഈ കനാന്യ സ്ത്രീ തൻ്റെ പോരായ്മകളെയും കുറവുകളെയും എല്ലാം മറന്ന് കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അവൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് അവൾക്കൊരാവശ്യമുണ്ടായിരുന്നു, അവളുടെ ഭൂതോപദ്രവം പ്രാപിച്ച മകൾക്ക് സൗഖ്യം ലഭിക്കണം. ഇവിടെ നാം വായിക്കുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണെന്ന് വായിക്കുന്നത്. യേശു അവിടം വിട്ടു സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്നു അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ആ കനാന്യ സ്ത്രീയുടെ ആവശ്യം വലിയതായിരുന്നു. ആ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുകയാണ്. അതായിരുന്നു അവളുടെ വിഷയം. ആ കുഞ്ഞിൻ്റെ മേലുള്ളതായ ഭൂതത്തെ പുറത്താക്കാൻ യേശുവിന് കഴിയുമെന്നുള്ളതായ അവളുടെ വിശ്വാസം. അതെ, അവൾ കർത്താവിൻ്റെ പിന്നാലെ വന്നു. പക്ഷേ അവൾ നിലവിളിച്ചു പറയുകയാണ്, എൻ്റെ കുഞ്ഞിന് ഭൂതോപദ്രവം കഠിനമായിരിക്കുകയാണ്, കർത്താവേ, ദാവീദ് പുത്ര, കരുണ തോന്നണമേ എന്ന്. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവൻ്റെ ശിഷ്യന്മാർ അടുക്ക വന്നു. അവൾ ഇങ്ങനെ ഉച്ചത്തിൽ കരയുന്നത് കേട്ടിട്ട്
കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അവൾ നമ്മളുടെ പിന്നാലെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരുന്നത് കർത്താവെ അങ്ങ് കാണുന്നില്ലേ, അവളെ തിരിച്ചു പറഞ്ഞു വിടണമേ. കാരണം അവളൊരു ശപിക്കപ്പെട്ട തലമുറയിലുള്ള ഒരു വ്യക്തിയാണ്. അവൾ യഹൂദ സ്ത്രീ അല്ല, അവൾ നമ്മുടെ വംശജയല്ല, നമ്മുടെ കൂട്ടത്തിലുള്ളവളല്ല, അവളൊരു കനാന്യക്കാരിയാണ്. അവളോട് പോകുവാൻ പറയണം, നീ അവളെ പറഞ്ഞയക്കണമേ എന്നാണ് ശിഷ്യന്മാർ പറഞ്ഞത്. ഈ ശിഷ്യന്മാരുടെ വാക്ക് കേട്ടിട്ട് കർത്താവ് ആ സ്ത്രീ, കനാന്യ സ്ത്രീയോട് പറയുകയാണ്, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. അത് ഞാൻ ഇസ്രായേൽ ജനത്തിന് വേണ്ടി വന്നയാളാണ്. ഞാൻ ഇസ്രായേൽ ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കടന്നു വന്ന ദൈവപുത്രനാണ്. ഞാൻ ഇസ്രായേൽ ജനത്തിൻ്റെ രക്ഷയ്ക്കായി പ്രവചന പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മെശിഹായാണ്. ഞാൻ ഇസ്രായേൽ ജനത്തിലെ കാണാതെ പോയ ആടുകളെ തേടിയാണ് വന്നത്. ഞാൻ കനാന്യരെ തേടിയല്ല വന്നത് എന്നായിരിക്കാം കർത്താവ് പറഞ്ഞതിൻ്റെ ഉള്ളടക്കം. പക്ഷേ അവൾ കർത്താവിനോട് പറയുകയാണ്, അവൾ വന്ന് കർത്താവെ എന്നെ സഹായിക്കണമേ. കർത്താവ് അവളോട് പറയുകയാണ്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. ഒരുപാട് അവൾക്ക് പിന്മാറി പോകുവാൻ തക്കതായ ഒത്തിരി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കർത്താവായ യേശു ക്രിസ്തു അവളോട് പറയുന്നത്. മക്കൾക്കുള്ളതാണ് എൻ്റെ കയ്യിലുള്ള അപ്പം, മക്കൾക്കുള്ളതായ വചനം നായ്ക്കുട്ടികൾക്ക് കൊടുത്തത് ശരിയല്ല. അവളുടെ ആ വിശ്വാസത്തെ ശരിക്കും ഒരു നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലാണ് കർത്താവ് അവളോട് സംസാരിക്കുന്നത്. പക്ഷേ അവൾ വിശ്വാസത്തോടെ കർത്താവിൻ്റെ പിന്നാലെ ചെന്നു. പുറകാലെ ചെന്നിട്ട് അവൾ കർത്താവിനോട് മുട്ടിപ്പായി അപേക്ഷിച്ചു. അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവളുടെ വിശ്വാസം കണ്ടിട്ട് യേശു അവളോട് പറയുകയാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. പ്രിയപ്പെട്ടവരെ, ഏത് ശാപവും മാറ്റുന്ന ഒരു നല്ലവനായ ദൈവം ജീവിക്കുന്നുണ്ട്. ഏത് ശാപഗ്രസ്തനായിരുന്നാലും, എത്ര കുറവുകളുടെ ജീവിതമാണ് നിങ്ങളുടേതെങ്കിലും, എത്ര പോരായ്മകൾ ഉള്ളതാണെങ്കിലും, യേശു ക്രിസ്തുവിൻ്റെ അരികിലേക്ക് കടന്നു വന്നാൽ, മുട്ടിപ്പായി കർത്താവിനോട് അപേക്ഷിച്ചാൽ, മുട്ടിപ്പായി അവൻ്റെ പാദത്തിൽ വീണാൽ, മുട്ടിപ്പായി കരഞ്ഞു വിളിച്ച് അപേക്ഷിച്ചാൽ, നമ്മുടെ പ്രാർത്ഥനാ ശബ്ദം കേൾക്കുന്ന, നമ്മുടെ കണ്ണുനീര് കാണുന്ന, നമ്മുടെ യാചനകൾക്ക് മറുപടി തരുന്ന ഒരു നല്ല കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. ഈ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ചോദിക്കുന്ന ഒരു കർത്താവല്ല. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ പോരായ്മകളെ കണ്ടിട്ട് അതെ, ഈ കനാന്യ സ്ത്രീയെ പോലെ അവൾ ഒരുപക്ഷെ കുറവുള്ള ഒരു സമൂഹത്തിലാണ് ജനിച്ചത്, ശാപഗ്രസ്തമായ ഒരു സമൂഹത്തിലാണ് പിറന്നു വീണത്, ശാപഗ്രസ്തമായ ഒരു തലമുറയിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. പക്ഷേ തൻ്റെ ശാപത്തെ എല്ലാം മറന്ന് അവൾ ശാപത്തെ നീക്കുന്ന, പോരായ്മകളെ, കുറവുകളെ പരിഹരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ അരികിലേക്ക് കടന്നു വന്ന് മുട്ടിപ്പായി നിലവിളിച്ചപ്പോൾ അവളുടെ ശാപം മാറ്റുവാൻ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ കരങ്ങളെ നീട്ടി. പ്രിയ ദൈവപൈതലേ, പ്രിയ മകനെ, പ്രിയ മകളെ, നിന്റെ ജീവിതം യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ, அதை മുട്ടിപ്പായി വിളിച്ചപേക്ഷിച്ചാൽ, മുട്ടിപ്പായി പ്രാർത്ഥിച്ചാൽ, പിന്മാറിപ്പോകാതെ കർത്താവിൻ്റെ പാദം പിൻപറ്റി നിന്നാൽ, നമ്മുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. അവളുടെ ആഗ്രഹം, അതെ, കർത്താവ് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ ആഗ്രഹം പോലെ, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന്. ആ നിമിഷത്തിൽ തന്നെ അവളുടെ മകളുടെ ഭൂതോപദ്രവം മാറി തൻ്റെ മകൾ സൗഖ്യമായി. അവൾ വീട്ടിലേക്ക് മടങ്ങി ചെന്നപ്പോൾ, ആ വചനങ്ങളെ കേട്ടുകൊണ്ട് സന്തോഷത്തോടെ തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ, വിശ്വാസത്തോടെ മടങ്ങി വന്നപ്പോൾ അവൾ കണ്ടത് സൗഖ്യം പ്രാപിച്ചിരിക്കുന്ന തൻ്റെ മകളെയാണ്. ഹല്ലേലൂയ. അതെ, നമ്മുടെ ജീവിതത്തിൽ സൗഖ്യം തരുന്ന, നമ്മുടെ കുടുംബത്തിൽ അനുഗ്രഹം വിതറുന്ന ഒരു നല്ല കർത്താവിൻ്റെ അരികിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ഈ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം വെച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ആ കർത്താവ് നമ്മുടെ ശാപങ്ങളെ നീക്കുന്നവനാണ്, നമ്മുടെ പാപങ്ങളെ മറയ്ക്കുന്നവനാണ്, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്നവനാണ്. നമ്മുടെ ജീവിതത്തിലെ ഏത് പോരായ്മകളെയും നികത്തി തരുന്ന ഒരു നല്ല കർത്താവ് ജീവിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം വെച്ചു കൊടുത്താൽ അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരും. ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുമ്പോൾ, കർത്താവ് നിങ്ങളെ വിളിക്കുമ്പോൾ, ആ വിളി കേട്ട് നിങ്ങളുടെ ജീവിതം യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമോ? ഈ നല്ല കർത്താവിൻ്റെ വിളി കേൾക്കുമോ? ഈ നല്ല വചനത്തിൻ്റെ അരികിലേക്ക് നിങ്ങളുടെ ഹൃദയം ചായ്ക്കുമോ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി ഏൽപ്പിച്ചു കൊടുത്താൽ അത് അനുഗ്രഹമായി തീരും. നിങ്ങളുടെ ഭാവി അനുഗ്രഹമാകും. നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നല്ലവനായ യേശു ക്രിസ്തു നിങ്ങളെ വിളിക്കുമ്പോൾ അവൻ്റെ വിളി കേട്ട് അവൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മാത്രം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ.